കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ നാളെ നിർണായക ചർച്ച. 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഭൂരിഭാഗം എംഎൽഎമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിന്. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലെ എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റ് പുറത്തുവിട്ടത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. വിഡിക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി അണികൾ. പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്ന വിഡിയുടെ FB പോസ്റ്റിന് ശേഷവും റാലിയുമായി അനുകൂലികൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും MP ഗോവിന്ദനും രൂക്ഷ വിമർശനം. സ്വജനപക്ഷപാതമെന്ന ആരോപണം. പിണറായി ശൈലി മാറ്റണം. ചോദ്യങ്ങളോട് ജാഗ്രതയോടെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഗോവിന്ദൻ സ്ഥാനമൊഴിയുന്നതാണ് നല്ലതെന്നും ഒരു വിഭാഗം. മാധ്യമങ്ങളെ പഴിച്ചു വാർത്താക്കുറിപ്പ്. പാർട്ടി തെറ്റ് തിരുത്തണമെന്ന് മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. തമിഴ്നാട്ടിൽ TVKയുടെ സത്യപ്രതിജ്ഞയിൽ വീണ്ടും അനിശ്ചിതത്വം. 116 പേരുടെ പിന്തുണക്കത്തെ ലഭിച്ചുള്ളൂവെന്ന് ഗവർണർ. കത്ത് നൽകാതെ VCക്ക് വിലപേശലിന് ശ്രമമെന്ന് സൂചന. പശ്ചിമ ബംഗാളിന് ആദ്യ BJP മുഖ്യമന്ത്രി. സുവേന്ദു അധികാരി മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ നീക്കം ആരംഭിച്ചു KSRTC. ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ മുതൽ. പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുക്കും. UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് സമരസമിതി. ജനപ്രതിനിധികൾ, ഡോക്ടർമാർ തുടങ്ങിയവരുടെ തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് വൻ അവയവദാന തട്ടിപ്പ്. കൊച്ചിയിൽ 4 പേർ പിടിയിൽ. ഹൈബി ഈഡൻ, ഉദുമ മുൻ MLA CH കുഞ്ഞമ്പു എന്നിവരുടെ പേരിലുണ്ടാക്കിയ കൃത്രിമ രേഖകൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് വേനൽ മഴ കനത്തു. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമൂസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് ഇറാൻ. തിരിച്ചടിച്ച അമേരിക്ക. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് ട്രംപ്. UAEയിലേക്ക് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം. IPL-ൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 143 റൺസ് വിജയലക്ഷ്യം. സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് അയ്യർ ഇന്ത്യൻ T20 ടീം നായകനാകുമെന്ന് സൂചന. ഹാൻഡ വൈറസ് രോഗബാധയിൽ മുൻകരുതലുമായി ലോകാരോഗ്യ സംഘടന. കോവിഡിനെ പോലെ അതിവേഗം പടരില്ലെന്ന് വിദഗ്ധർ. MV ഹോണ്ടിയസ് കപ്പലിൽ രോഗവ്യാപനം തടയാൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് അധികൃതർ. കപ്പലിൽ 2 ഇന്ത്യക്കാരും. സ്റ്റോറി ഓഫ് ദി ഡേ: ചെറിയവരുടെ വലിയ വരകൾ.